ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ടോപ്പിക്സ്. സാധാരണ നമ്മൾ മന്ത് ഓൺ മന്ത് ബേസ്ഡ് ആയിട്ടുള്ള കമ്പാരിസൺസ് ഒക്കെ സെയിൽസിൻ്റെ കാര്യത്തിൽ ചെയ്യാറുള്ളതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വർഷം 2023 മൊത്തം സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം വിറ്റ 15 കാറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്പർ 15 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. ഇത്രയും വണ്ടികൾ വിറ്റതിൽ ബൊലേറോ ഇവിടെ ഉണ്ട് കേട്ടോ. ബൊലേറോ ഒരുപാട് താഴത്തൊന്നുമല്ല, പറഞ്ഞു വരുമ്പോൾ ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്നൊരു വാഹനമാണ്. ആൻഡ് ഇതിന് നമ്മൾ 2023 ഫുൾ ഇയർ എടുക്കുകയാണെങ്കിൽ 1,08,319 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഇതിന് ഇനി 2022 സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 94,332 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ആ വർഷം ഈ വാഹനത്തിന് കിട്ടിയിരുന്നത്. അതായത് 13,987 വണ്ടികളുടെ വ്യത്യാസവും 14.83% ഗ്രോത്ത് പെർസെൻറ്റേജുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത എന്ന് പറയാൻ പറ്റില്ലാത്ത കുറച്ച് നല്ല സെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഗ്രോത്ത് പെർസെൻറ്റേജും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആൻഡ് ഇനി അടുത്തതായി 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കഴിഞ്ഞ വർഷം ഫുൾ 1,13,387 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. ഇതിന് പക്ഷേ 2022 23,425 വണ്ടികളുടെ സെയിൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. 2022 ഈ വാഹനം വന്നത്. ആൻഡ് ആ സമയത്ത് വന്ന ആ ഒരു ടൈമിൽ എന്തായാലും ഒരുപാട് വണ്ടികൾ ഒരു കമ്പനിയും വിൽക്കില്ലല്ലോ. മാത്രമല്ല പകുതിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ സെയിൽസൊക്കെ വെച്ച് നിങ്ങൾ കൂട്ടിയാൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 23,000 കുഴപ്പമില്ല എന്ന് പറയും. 89,962 വണ്ടികളുടെ വ്യത്യാസമൊക്കെ ഉണ്ട്. 384.04% ആണ് ഗ്രോത്ത് റേറ്റ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കറിയാമല്ലോ ഇതൊരു സ്പെഷ്യൽ കേസാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഗ്രോത്ത് ഒക്കെ വന്നത്. ഇനി അടുത്തതായി 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ എന്നും അതുപോലെ ക്ലാസിക്. ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻഡ് സെയിൽസ് ആണ്. ഞാനെപ്പോഴും പറയാറുള്ള കാര്യമാണത്. ഈ രണ്ട് വണ്ടികൾക്കും കൂടി 2023 റെക്കോർഡ് സെയിൽസ് ആണ്. 1,21,420 വണ്ടികളാണ് മഹീന്ദ്ര സ്കോർപിയോ സീരീസിന് അണ്ടറിലുള്ള മൊത്തത്തിൽ വിറ്റത്. ആൻഡ് ഇതിന് നമ്മൾ 2022 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 64,179 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു അപ്പോൾ കിട്ടിയത്. എന്ന് വെച്ചാൽ 57,241 വണ്ടികളുടെ വ്യത്യാസവും 89.19% ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാം. ഇതിലൊരു പരിധി വരെ 2022 സ്കോർപിയോന് ഇറങ്ങിയതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമായിരിക്കും. അതായത് പകുതിക്ക് മുമ്പ് ഇറങ്ങിയായിരുന്നു. എന്നാലും സ്റ്റാർട്ടിങ്ങിലൊന്നും സ്കോർപിയോൻ്റെ സെയിൽസ് കൂട്ടാൻ പറ്റില്ല, ക്ലാസിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള കാലം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം 2023 സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും സെയിൽസ് വരിക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പ്രസീവ് ആണെന്ന് തന്നെ പറയാം. ഇനി അടുത്തതായി 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഓൾട്ടോ ആണ്. ഓൾട്ടോ ഒക്കെ സെയിൽസിൻ്റെ കാര്യത്തിൽ കുറച്ചധികം താഴേക്ക് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് അറ്റ്ലീസ്റ്റ് നമ്മൾ മൊത്തം വർഷത്തെ സെയിൽ എടുക്കുകയാണെങ്കിൽ ടോപ്പ് 10 ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ പക്ഷേ 12 ആൻഡ് 1,27,169 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് ടോട്ടൽ കിട്ടിയത്. 2022 തന്നെ 1,62,548 വണ്ടികളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 35,379 വണ്ടികളുടെ വ്യത്യാസം 21.77% ഡീഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ 4 വണ്ടികൾക്കാണ് ലിസ്റ്റിൽ ഡീഗ്രോത്ത് റേറ്റ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വാഹനത്തിന് തന്നെയാണ് എന്ന് പറയാം. പിന്നെ ഇപ്പോൾ ഓൾട്ടോ 800 ഇല്ല, ആകെ കേട്ടൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്രയും സെയിൽസ് കുറഞ്ഞത്. ഇനി അടുത്തതായി 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായി വെന്യൂ ആണ്. വെന്യൂവിന് ഈ അടുത്ത് ഹ്യുണ്ടായി കുറച്ച് പുതിയ ഫീച്ചേഴ്സൊക്കെ കൊടുത്തായിരുന്നു, ADAS ഒക്കെ. എന്തായാലും ഈ വാഹനത്തിന് കഴിഞ്ഞ വർഷം 1,29,278 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. 2022 1,20,703 വണ്ടികളുടെ സെയിലുമാണ് കിട്ടിയത്. അതായത് 8,575 വണ്ടികളുടെ വ്യത്യാസം 7.1% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഇത്രയും വണ്ടികൾ വിൽക്കുന്ന സമയത്ത് ഈ ലോ വോളിയം സെയിൽസ് അല്ലാണ്ട് ഹൈ വോളിയം സെയിൽസിലേക്ക് വരുമ്പം അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഫിഗർ തന്നെയാണെന്ന് പറയും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതിൻ്റെ സെയിൽസ് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ പോകുന്നുണ്ട് എന്നും പറയാമല്ലോ. ഹ്യുണ്ടായുടെ പോർട്ട്ഫോളിയോയിൽ ക്രെറ്റ കഴിഞ്ഞ രണ്ടാമതായി ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള വണ്ടി ഇതാണ്. ഇനി അടുത്തതായി 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എർട്ടിഗയാണ്. എർട്ടിഗയ്ക്ക് കഴിഞ്ഞ വർഷം 1,29,968 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 2022 1,33,813 വണ്ടികളുടെ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് 3,845 വണ്ടികളുടെ ഒരു ഡീഗ്രോത്ത് കാണാം. 2.87% ആണ് വന്നിരിക്കുന്ന ഡീഗ്രോത്ത് റേറ്റ്. അത് നമ്മൾ കൂട്ടത്തിലെടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് എന്ന് പറയും, അല്ലെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് എന്ന് പറയും. എന്ത് പറഞ്ഞാലും ചെറിയൊരു ഡീഗ്രോത്ത് പെർസെൻറ്റേജ് എർട്ടിഗയുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നത് കൂടുതലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സെയിൽസ് ഫിഗറാണ് എർട്ടിഗ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതാണ്. ആൻഡ് 7 സീറ്റർ വണ്ടികളിൽ ഏറ്റവും സെയിൽസ് ഉള്ള വാഹനം ഇത് തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഈക്കോ എന്ന് പറയുന്ന മിനി വാനാണ്. ഈ വാഹനത്തിന് പിന്നെ പ്രത്യേകിച്ച് വേറെ റൈവൽസ് ഒന്നുമില്ല. അതുകൊണ്ട് മിക്ക മാസം തന്നെ നല്ല സെയിൽ കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷം 1,36,010 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 1,25,074 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു 2022 കിട്ടിയത്. അതായത് 10,936 വണ്ടികളുടെ ഗെയിൻ 8.74% ഗ്രോത്ത് റേറ്റ്. ഇതാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലേ റൈവൽസ് ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ വിൽക്കുന്ന ഒരു വണ്ടിയാണിത്.
ഇനി അടുത്തതായി 8ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റയുടെ പഞ്ചാണ്. പഞ്ചിന് കഴിഞ്ഞ വർഷം 1,50,182 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 2022 1,29,895 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതായത് 20,287 വണ്ടികളുടെ വ്യത്യാസവും 15.62% ഗ്രോത്ത് റേറ്റുമാണ് നമുക്ക് പഞ്ചിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല സെയിൽസ് ഫിഗർ തന്നെയാണ്. പ്രത്യേകിച്ച് ടാറ്റ പൂട്ടിക്കിടന്നിരുന്ന ഒരു സെഗ്മെൻറ്റ്, അതായത് ആകെ മഹീന്ദ്രയുടെ KOV ബണ്ടബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2021 അവസാനമായപ്പോഴേക്കും ടാറ്റ പഞ്ച് ഇറക്കി. അതിനുശേഷം ഇനി 22 23 റെക്കോർഡ് സെയിൽസുകൾ തന്നെയാണ് പഞ്ച് വാങ്ങി കൂട്ടിയിട്ടുള്ളത്. ഇപ്പോഴും സെയിൽസിൻ്റെ കാര്യത്തിൽ ഒരു മോശവും വരാതെ തന്നെയാണ് ഈ വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ്. ഇനിയിപ്പോൾ പഞ്ച് EV ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ സെയിൽസ് ഇനിയും കൂടാനേ ചാൻസ് ഉള്ളൂ. അടുത്തതായി 7ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ക്രെറ്റയ്ക്ക് കഴിഞ്ഞ വർഷം 1,57,311 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. 2022 പക്ഷേ 1,40,895 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ വന്ന ഫേസ് ലിഫ്റ്റിൻ്റെ അല്ല, പ്രീ ഫേസ് ലിഫ്റ്റിൻ്റെ ആണ്, നിങ്ങൾക്കറിയാലോ. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്ന 16,416 വണ്ടികളിൽ 11.65% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നു, അതുകൊണ്ട് എന്തായാലും ഇനിയും സെയിൽസ് കൂടാനേ ചാൻസ് ഉള്ളൂ. പിന്നെ ക്രെറ്റയുടെ പണ്ടത്തെ സെയിൽസ് അത്ര മോശമൊന്നുമല്ലായിരുന്നു. ഒരു മാസം 12 മുതൽ 15,000 സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഈ ഫേസ് ലിഫ്റ്റ് വന്നിട്ടും ഇനിയിപ്പോൾ എന്തായാലും 15-അടുത്തൊക്കെ തന്നെ ആയിരിക്കും സെയിൽസ് കിട്ടാൻ പോകുന്നത്. അതിൽ ഒരുപാട് മുകളിലേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ മികച്ച സെയിൽസ് ഉണ്ട്. ആൻഡ് ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന ഡിസയറാണ്. ഡിസയറിന് കഴിഞ്ഞ വർഷം 1,57,522 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. അതേസമയം 2022 1,59,919 വണ്ടികളുടെ സെയിലും കിട്ടിയതായിരുന്നു. എന്ന് വെച്ചാൽ 2,397 വണ്ടികളുടെ വ്യത്യാസവും 1.5% ഒരു ചെറിയ ഡീഗ്രോത്ത് റേറ്റും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അത് നമ്മളങ്ങനെ വലിയ രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, വളരെ ചെറിയൊരു ഫിഗറാണത്. എന്നിരുന്നാൽ കൂടി ഈ സെഗ്മെൻറ്റിൽ സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാൻസിൻ്റെ സെഗ്മെൻറ്റിൽ ഇപ്പോഴും ഇത്രയും സെയിലുള്ള വേറൊരൊറ്റ വണ്ടി പോലും ഇല്ല എന്ന് പറയാം. കാരണം ബാക്കി ഇപ്പോൾ അമേസ് ടിഗോർ അങ്ങനത്തെ വണ്ടികളെല്ലാം തന്നെ സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെ താഴെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പകുതിയൊക്കെ വണ്ടികളുടെ സെയിൽസ് ഉള്ളൂ. പക്ഷേ ഇതിപ്പോഴും നല്ല സെയിൽസ് ഉണ്ട്. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ. നെക്സോണിന് കഴിഞ്ഞ വർഷം 1,70,311 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. നമ്മൾ ഈ പറഞ്ഞു വരുമ്പം 2023 നെക്സോണ് നല്ല സെയിലായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എന്നാൽ 2022 ടോട്ടൽ എടുത്താലും നെക്സോണിന് 1,68,278 വണ്ടികളുടെ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് 2,033 വണ്ടികളുടെ വ്യത്യാസവും 1.21% ഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് ആണ്. എന്ന് വെച്ചാൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണ് നെക്സോൺ ഇയർ ഓൺ ഇയർ ബേസിസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നതോടുകൂടി ഉറപ്പായിട്ടും സെയിൽസ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ കൂടിയാണ് ടാറ്റ ഇപ്പോഴത്തെ ഫേസ് ലിഫ്റ്റ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല വണ്ടിയിൽ. 4th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ തന്നെ വരുന്ന ബ്രസയാണ്. ബ്രസയും നെക്സോണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമല്ല കേട്ടോ. ആകെ 200 വണ്ടികളെടുത്ത വ്യത്യാസമുള്ളൂ. കാരണം ബ്രസയ്ക്കും 2023 1,70,588 വണ്ടികളുടെ സെയിൽസ് കിട്ടിയതാണ്. പക്ഷേ 2022 കേസ് എടുക്കുകയാണെങ്കിൽ 1,30,563 വണ്ടികളുടെ സെയിൽസ് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 40,025 വണ്ടികളുടെ വ്യത്യാസവും 30.66% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം നമ്മുടെ ബ്രസ തന്നെയാണ്. ഇത് ഈ പുതിയ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയല്ലോ, ഇതിൻ്റെ ഈ മേജർ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ ജനറേഷൻ ചേഞ്ച് എന്ന് പറയാം. കാരണം മൊത്തത്തിൽ വണ്ടി മാറിയായിരുന്നു അപ്പോൾ ആ പ്ലാറ്റ്ഫോം വഴിയെ. എന്തായാലും ഈ വണ്ടി വന്നതിന് ശേഷമാണ് ബ്രസയുടെ സെയിൽസ് കുറച്ചും കൂടെ ഒന്ന് കത്തിക്കയറാൻ തുടങ്ങിയത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇതുവരെ സെയിൽസ് അങ്ങനെ വലുതായിട്ട് കുറഞ്ഞിട്ടില്ല. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബലേനോ ആണ്. ബലേനോയ്ക്ക് കഴിഞ്ഞ വർഷം 1,93,989 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. അതേസമയം 2022 1,85,665 വണ്ടികളുടെ സെയിൽസായിരുന്നു കിട്ടിയത്. എന്ന് വെച്ചാൽ 8,324 വണ്ടികളുടെ വ്യത്യാസവും 4.48% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ബലേനോയുടെയൊക്കെ സെയിൽസ് കാലം ഇങ്ങനെ മുമ്പോട്ട് പോകും തോറും കൂടി വരുന്നേ ഉള്ളൂ പതുക്കെ. ആൻഡ് എൻട്രി ലെവൽ മോഡൽസിൽ വരുന്ന മാരുതിയുടെ വണ്ടികളാണെങ്കിൽ തന്നെ സെയിൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് താഴേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബലേനോക്ക് ഒരു മാസം എങ്ങനെയായാലും ഒരു 10-15 മുതൽ 20 ഇടയിൽ വരെയൊക്കെ സെയിൽസ് കിട്ടാറുള്ള ഒരു വാഹനമാണ്. ചില മാസങ്ങളിൽ ഇത് നമ്പർ 1 ആയിട്ടുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ. ഈവൻ വാഗണാർ സ്വിഫ്റ്റിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത്. അത് പറഞ്ഞ പോലെ നമ്മുടെ 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വാഗണാറാണ്. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് കുറേയൊക്കെ നമ്പർ 1 പൊസിഷനിൽ വന്നിരുന്നത് വാഗണാറായിരുന്നു. പക്ഷേ എന്നാൽ ടോട്ടൽ ഇയർലി സെയിൽസ് എടുത്ത സമയത്ത് വാഗണാർ 2nd പൊസിഷനിലായി പോയി. എന്തായാലും കഴിഞ്ഞ വർഷം വാഗണാറിന് 2,01,301 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 2022 2,17,317 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. എന്ന് വെച്ചാൽ 16,016 വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ആൻഡ് 7.37% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 2ാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതൊക്കെ വാഗണാറിനാണ്. പക്ഷെ എന്നാൽ പോലും ടോട്ടൽ സെയിൽസിൽ അറ്റ്ലീസ്റ്റ് 2nd പൊസിഷനിലെങ്കിലും എത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻറ്റ് സെയിൽസ് ആണ് എന്ന് പറയാം. എന്നാലും
വ്യത്യാസമുണ്ട്, ഡീഗ്രോത്ത് ഉണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിൻ്റെ ഒരു പുതിയ ജനറേഷൻ പെൻഡിങ് നിൽക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്നാൽ പോലും ഈ വണ്ടി ടോട്ടൽ സെയിൽസിൻ്റെ കാര്യത്തിൽ എല്ലാവരും വെട്ടിച്ച് നമ്പർ 1 എത്തിയിട്ടുണ്ട്. ആൻഡ് 2,03,469 വണ്ടികളുടെ സെയിൽസാണ് സ്വിഫ്റ്റിന് 2023 കിട്ടിയത്. പക്ഷേ 2022 1,76,424 വണ്ടികളുടെ സെയിൽസേ ഉള്ളൂ. 27,045 വണ്ടികളുടെ വ്യത്യാസവും 15.33% ഗ്രോത്ത് റേറ്റും ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭയങ്കര ഹൈ വോളിയം സെയിൽസിലേക്ക് വരുമ്പോഴേക്കും നല്ല ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. ആൻഡ് ഇത്രയൊക്കെ സെയിൽസിൽ വ്യത്യാസം വന്നിട്ട് പോലും ഈ വണ്ടി നമ്പർ 1 ആയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതും വാഗണാർ പോലെയുള്ള ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത്. അപ്പോൾ എന്തായാലും പുതിയ ജനറേഷനും കൂടെ വരുമ്പം സെയിൽസ് തീർച്ചയായും ഒരുപാട് മുകളിലേക്ക് പോകും. ഏതായാലും ഗൈസ്, അതാണ് 2023 വന്ന നമ്മുടെ വണ്ടികളുടെ സെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.